കർമ്മ ന്യൂസ് വളരെ കുപ്രസിദ്ധമാണ്. പേര് കർമ്മ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സാക്ഷാൽ ഏതോ പാവം ഹിന്ദുക്കളോ തീവ്ര ഹിന്ദുത്വക്കാരോ ഒക്കെ ഉണ്ടാക്കിയതാണെന്ന്. അല്ല. അങ്ങ് ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഒരു കടുത്ത ഗൃസംഗി കാറ്റുള്ളപ്പോൾ തൂറ്റുന്നതിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഉണ്ടാക്കിയ സാധനമാണ് ഈ കർമ്മ ന്യൂസ്. ഈ കർമ്മ ന്യൂസിലൂടെ വരുന്ന വാർത്തകളുടെയൊക്കെ ഒരു റേഞ്ച് നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത സമയത്ത് അതിൻ്റെ മുതലാളിയോ മറ്റോ ആണെന്ന പേരിൽ, എനിക്ക് ഒറിജിനൽ ആണോ എന്നറിയില്ല, ഒരാളിനെ വേറൊരാൾ തിരുമുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. കർമ്മഫലം പോലെ അദ്ദേഹം തടവുന്നതും കണ്ടു. ഏതായാലും സംഗതി ഗംഭീരമായി. ഇപ്പോൾ പുതിയൊരു വീഡിയോ പുറത്തു വന്നു. ഇത് കണ്ട് ഈ ഇസ്ലാം മത വിശ്വാസിയായ ഞാനും എന്നെപ്പോലെയുള്ള ഒരുപാട് പേരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ കർമ്മ ന്യൂസുകാർ ഓരോ പാവം പെൺകുട്ടികളെ ഇരുത്തി ഒരുപക്ഷെ നല്ല ശമ്പളമൊക്കെ കൊടുത്ത് ഓസ്ട്രേലിയയിലിരുന്ന് ഇത് മാനേജ് ചെയ്ത് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് എന്താണ് പറയിക്കുന്നതെന്ന് അവർ പോലും അറിയുന്നില്ല. ഒന്നും അല്ലെങ്കിൽ ആരിഫ് ഹുസൈനോടോ ലിയാഖത്തിനോടോ ജാമിദ ടീച്ചറിനോടോ എങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അവർ പറഞ്ഞു തരുന്നില്ലേ? അവർക്ക് ഇച്ചിരി കാശ് കൊടുത്താൽ പോരെ? ദേ ഒരു വാർത്ത കേട്ടോളൂ. എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്തില്ല? അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും യാക്കൂബ് മേമനും ജുമ ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല? ഹമാസിനും പാലസ്തീനും യഹ്യ സിൻവറിനും ജുമ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? ലക്ഷദ്വീപിന് വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ജുമ ചെയ്തു. മുത്തലാഖിനെതിരെ ജുമ, വഖഫിനെതിരെ ജുമ. എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? എന്താ ജുമ ചെയ്തില്ലെന്നാ പറയുന്നത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഈ ജുമ ചെയ്തില്ല എന്ന് പറയുന്നത്? നമ്മുടെ മാത്യു സാമൂല് ചെയ്തതാണോ ജുമ? എന്താ ഈ ജുമ? അതോ ജിമ്മിന് പോയില്ലെന്നോ? മുസ്ലിങ്ങളാരും വെള്ളിയാഴ്ച ജിമ്മിന് പോയില്ലെന്നാണോ പറയുന്നത്? വെള്ളിയാഴ്ചകളിൽ അവർ പലരും ജിമ്മിന് പോകാറില്ല. അന്നത്തെ ദിവസം ഒരുപാട് മനുഷ്യർ ഈ ശരീരം വൃത്തിയാക്കലും പള്ളിയിൽ പോകാൻ ഒരുങ്ങലും ഒക്കെയാണ്. പിന്നെ എന്തോ ചെയ്തില്ലെന്നാണ് പറഞ്ഞതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതോ ഒരു ഗുമ്മില്ലെന്നാണോ? ഈ പറഞ്ഞ വെള്ളിയാഴ്ചകളിലൊന്നും ഒരു ഗുമ്മില്ലെന്നാണോ പറയുന്നത്? എന്തോ മോളെ ഇരുന്ന് ഈ പറയുന്നത്? ഏത് മുതലാളിയാണ് മോക്കിത് എഴുതി തന്നത്? ജുമാ ചെയ്തില്ല. അതോ മൈലാഞ്ചി ഇട്ടില്ലെന്നോ? മൈലാഞ്ചി ഇടുന്നത് വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ്. അജ്മൽ കസവിന് മൈലാഞ്ചി ഇട്ടില്ല, മറ്റേടത്ത് മൈലാഞ്ചി ഇട്ടില്ല. എന്തോ മോൾ പറയാൻ ശ്രമിക്കുന്നത്? ഈ പറഞ്ഞ യുദ്ധസമയത്ത് രാജ്യത്തിനെതിരെ വീഡിയോ ചെയ്തതിന് യൂട്യൂബ് ബ്ലോക്കാക്കിയ ആളിൻ്റെ പേര് മാത്യു സാമുവൽ എന്നാണ്. പിന്നെ 2 പേരെ ഈ പറയുന്നത് പോലെ ചാരവൃത്തിക്ക് പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായിട്ടും കണ്ടു. പിന്നെ ഇപ്പുറത്തെ വശത്തുനിന്ന് ഏതോ ഒരുത്തൻ INS വിക്രാന്ത് എവിടെ കിടക്കുന്നതെന്ന് വിളിച്ച് ചോദിച്ച് അവൻ അകത്തുണ്ട്. പിന്നെ വേറൊരുത്തൻ മഹാരാഷ്ട്രയിൽ പോയി അവിടെ നിന്നാണ്ട് മുദ്രാവാക്യം വിളിച്ച് അവനും അകത്തുണ്ട്. മാത്യു സാമുവൽ അച്ചായൻ എവിടെയാണെന്നുള്ള വിവരമില്ല. ചാരപ്രവൃത്തിക്ക് പിടിച്ചവരുടെയും വിവരമില്ല. ബാക്കിയെല്ലാം ഭംഗിയായിട്ടാണ് ഇവിടെ നടന്നത്. എന്തോ എൻ്റെ പ്രശ്നം മനസ്സിലായില്ല. കാശ്മീരിലെ ആളുകൾ ഈ പറയുന്ന പോലെ അവിടുത്തെ ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. എന്തിന്? വേറൊരു രാജ്യത്തുനിന്ന് വന്ന് എവിടെ നിന്നോ വന്ന മനുഷ്യരെ, ഭാരതീയരായ ആളുകളെ കൊന്നതിന് അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തനത്തിൽ മരിച്ചതിന് കാശ്മീരിലുള്ളവരൊക്കെ പ്രതിഷേധ ജാഥയും ഒക്കെ നടത്തി. നമ്മുടെ UP-യിലോ ബീഹാറിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ തൊട്ടയലത്ത് താമസിക്കുന്ന ഈ അവരുടെ മതമല്ലാത്ത ഒരാളിനെ അടിച്ചു കൊന്നാൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ബഹളം നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളും കത്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കാശ്മീരിലെ മനുഷ്യർ ഈ ഭീകരാക്രമണത്തിനെതിരെ രംഗത്തിറങ്ങി. പിന്നെ എല്ലാവരും ഇറങ്ങി. അസദുദ്ദീൻ ഒവൈസി കത്തിക്കയറി, ഒമർ അബ്ദുള്ള കത്തിക്കയറി. പിന്നെ പള്ളികളിലൊക്കെ പ്രഭാഷണം നടന്നു. പിന്നെ എന്തോ മോളി ജുമ ഇല്ല എന്ന് പറയുന്നത്? ജുമ നടന്നില്ലെന്നാണ് പറയുന്നത്. ജുമ സാധാരണ എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കും. അതൊരു പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ പെരുന്നാളാണ് എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. സന്തോഷത്തോടെ എല്ലാവരും ഒരുങ്ങി പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, അവിടെ നിന്ന് മടങ്ങും. പിന്നെ അത് മുടങ്ങിപ്പോയാൽ, എവിടെയെങ്കിലും നടന്നില്ലെങ്കിൽ ദജ്ജാൽ എന്ന് പറയുന്ന വലിയ നാശകരമായ ഒരു ജീവി പുറപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു കഥയും ചരിത്രവുമൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അത് നടന്നില്ലെങ്കിലേ ഇറങ്ങുള്ളൂ. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോൾ എങ്ങനെ ഇറങ്ങി എന്നുള്ളതാണ് ഒട്ടും എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ അറിവുകേടോ ബോധമോ വെറുതെ അങ്ങ് മുസ്ലിം വിരോധം വെച്ച് എന്തെങ്കിലും എഴുതി തരുന്നതിരുന്ന് വായിച്ച് ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടി എടുക്കരുത്. ഇതിനേക്കാൾ നല്ലത് ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നടന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടുജോലികൾ ചെയ്തു കൊടുത്താൽ അന്തസ്സായി ജീവിക്കാൻ ഒരു വരുമാനം കിട്ടും.
പിന്നെ വീട്ടിൽ പ്രാരാബ്ദം ഉണ്ടെങ്കിൽ ആളുകളോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കും. യൂസുഫ് അലിയൊക്കെ വീട് വെച്ച് തരും, അല്ലാതൊക്കെ തരും. അതുകൊണ്ട് വല്ലവനും വേറെ ഇറങ്ങിലും രാജ്യത്തിരുന്നുകൊണ്ട് എഴുതി തരുന്നത് ജുമാ ചെയ്തില്ല, ജുമാ ചെയ്തില്ല, ജുമാ ചെയ്തില്ല എന്നും പറഞ്ഞ് വായിച്ചു കളയരുത് കേട്ടോ. അതുകൊണ്ട് ഈ മോടെ ശബ്ദവും ഈ ജീവിതവുമൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയട്ടെ. മറ്റവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തിന്ന് ശീലിച്ചതാണ്, തിന്നേ ശീലിക്കൂ അവസാന ശ്വാസം വരെ.